വർഷം വീണ്ടും അതിശക്തമായി. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിക്കൊണ്ട് പല സംഭവങ്ങളും നാടിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് പ്രധാന കാരണം. എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യം ഇത്. ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്ന ഇന്നലത്തെ 6:30 സമയത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്, ചൂരൽമല, മുണ്ടക്കൈ, വെള്ളരിമല ഭാഗങ്ങളിൽ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായി. ധാരാളം നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ മരണങ്ങളും സംഭവിച്ചു എന്ന നടുക്കുന്ന വാർത്തകൾക്ക് ശേഷമാണ് ഓടായിക്കലിലെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടി ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നു. ഇവിടെ ഇപ്പോൾ 80 അടി ഉയരത്തിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉരുൾപൊട്ടലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇവിടെ വരുമ്പോഴേക്കും ഇത് 100 അടിയും അല്ലെങ്കിൽ 120 അടിയും കയറി പാലം മൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ അതിനുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകളും അതുപോലെ തന്നെ സന്നദ്ധ സേവന സംഘങ്ങളും സജ്ജമായി കഴിഞ്ഞുവെന്ന് ഈ ദൃശ്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. 2019 വെള്ളപ്പൊക്കത്തിലെ പോലെ തന്നെ ഈ പ്രാവശ്യവും ഈ ഉരുൾപൊട്ടലിൻ്റെ നാശനഷ്ടങ്ങൾ മമ്പാടിനെയും അതുപോലെ തന്നെ നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ, പാലേമാട്, കരുളായി, കാളികാവ്, കരുവാരകുണ്ട് എന്നീ മേഖലയെല്ലാം ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെയും മറ്റും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കവളപ്പാറയിലെ പോത്തുകല്ലിലെ കവളപ്പാറയിലെ ആ കാലത്തുണ്ടായ ഉരുൾപൊട്ടലായിരുന്നു അന്നത്തെ ദുരന്തത്തിന് കാരണമെങ്കിൽ ഇന്ന് വയനാടിൻ്റെ മലകളിലുണ്ടായ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് മറ്റൊരു വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ ദുരന്തത്തിനും നമ്മൾ സാക്ഷിയാകേണ്ടി വരുമെന്ന ചിന്തയോടുകൂടി ജനങ്ങൾ ആശങ്കാകുലരായി നിൽക്കുന്നത്. ഏതാണ്ടൊരു 4-5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവിടെ നടന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായ വെള്ളവും അതുപോലെ തന്നെ അവശിഷ്ടങ്ങളും ഈ ചാലിയാറിൽ പതിക്കുകയും ഇവിടെയും കൂടുതൽ ജലമുയരുകയും വെള്ളപ്പൊക്കത്തിനും മറ്റും സാധ്യതയുണ്ടെന്നും ഭയക്കുന്നു. ഒരുപാട് ഇളമ്പുഴ ഭാഗത്തു നിന്നുള്ള പാടവും അതുപോലെ തന്നെ ഇളമ്പുഴ തോടുമാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 5:30 സമയത്ത് ഞാൻ അവിടെ പോവുകയും അവിടുത്തെ അപ്പോഴത്തെ ദൃശ്യം എൻ്റെ ക്യാമറയിൽ പകർത്തുകയുമുണ്ടായി. അതിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മമ്പാട് പ്രദേശത്ത് ആദ്യമായി വെള്ളം കയറുന്ന ഇളമ്പുഴ തോട് അതുപോലെ തന്നെ അതിൻ്റെ പ്രദേശങ്ങളുമാണ് മമ്പാടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ തോത് ആളുകൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. പണ്ട് മുതലേ ഉള്ള ഈ സമ്പ്രദായം ഇന്നും അതേമാതിരി തുടർന്നു പോരുന്നു. നിലമ്പൂർ വെളിയന്തോട് ഭാഗത്ത് രാവിലെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും അതായത് അകമ്പാടം പോകുന്ന റൂട്ടിൽ നിന്നും വെളിയന്തോട് വഴിയുള്ള തോടുകൾ അടയുകയും അതുപോലെ തന്നെ അവിടെ വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്തിരുന്നു എന്ന വാർത്ത വന്നിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിലൂടെ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത്. വെളിയന്തോടിൽ നിന്നുള്ള കാഴ്ച 30/7/2024 രാവിലെ 9:30 നമ്മുടെ
ചാലിയാറിൻ്റെ അവസ്ഥയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഷോട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പുലർച്ചെ 4:30 നേരത്തെ പറഞ്ഞ വയനാട് ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകുകയും അതുപോലെ തന്നെ നടുക്കുന്ന ഒരുപാട് ദുരന്ത വാർത്തകളുമാണ് രാവിലെ കേൾക്കുവാൻ കഴിഞ്ഞത്. അതായത് 41ഓളം മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പോത്തുകല്ല് ഭാഗങ്ങളിലൊക്കെ മൃതദേഹം വെള്ളത്തിലൂടെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നു എന്ന വാർത്ത വളരെ ദുഃഖകരമായ രീതിയിൽ വളരെ നടുക്കത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും 2019 ഒരു ആഫ്റ്റർ ഇഫക്റ്റ് വീണ്ടും ഉണ്ടാകുമെന്ന അവസ്ഥയിൽ ജനങ്ങൾ. വയനാടിലെ ചൂരൽമലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെയും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെയും നടുക്കുന്ന ദൃശ്യങ്ങൾ ഇതാ നിങ്ങളുമായി പങ്കുവെക്കുന്നു. വളരെ കരളലിപ്പിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സൈന്യം ഇറങ്ങുകയും അതുപോലെ തന്നെ താൽക്കാലിക പാലം നിർമ്മിക്കുകയും ഒലിച്ചുപോയ പാലത്തിന് പകരം താൽക്കാലിക പാലം നിർമ്മിക്കുകയും അതുപോലെ ആ ദുരിതത്തിൽ ഒറ്റപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനും ദുരിതകർമ്മ സേനയും അതുപോലെ തന്നെ സൈന്യവും ഉടൻ ഇറങ്ങുന്നുണ്ടെന്ന് വാർത്തകൾ വരുന്നു. ജനങ്ങൾ ജീവന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും വിലപിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ നാടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തങ്ങളും അതുപോലെ തന്നെ ഈ മഹാമാരിയും തടഞ്ഞു നിർത്താൻ നമുക്ക് പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ് വളരെ നിസ്സഹായാവസ്ഥയിൽ മനുഷ്യനെ ഓർക്കുവാനുള്ളത്. ഈ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കൂ. സ്കൂളിന്റെ തീ കൂടെയാണ് വെള്ളം വരുന്നത്. അയ്യോ, എത്രയോ വീടുകളാണല്ലോ ദൈവം പോയിക്കണേ. അയ്യോ, ഹലോ ഹലോ, ഇതാണ് മക്കളെ കൊണ്ടോട്ടിത്തെ അവസ്ഥ. ആരും കൊണ്ടോട്ടിക്ക് ഇറങ്ങണ്ട. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡാണ് ഈ കാണുന്നത്. ഇതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല. കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്. താഴെ NDRF ടീം ആളുകൾ താഴെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. 3 പ്രാവശ്യമാണ് ഇവിടെ ഉരുളുപൊട്ടിയിട്ടുള്ളത്. ഇതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല. കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്. താഴെ NDRF ടീം ആളുകൾ താഴെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. 3 പ്രാവശ്യമാണ് ഇവിടെ ഉരുളുപൊട്ടിയിട്ടുള്ളത്. ഇനി മമ്പാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ വെള്ളപ്പൊക്ക കാഴ്ചകളോടുകൂടി ഞാൻ ഈ ദൃശ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എത്രയും വേഗം ഈ ഒരു ദുരന്തത്തിൽ നിന്നും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പരിതാപകരമായ അവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു.
സകല സ്ഥലം വെള്ളത്തിലാണ്. വർഷമാകട്ടെ കവാടത്തിൻ്റെ അവസ്ഥയാണ്. അവിടെ ഏതാണ്ട് അടുത്ത് നമ്മളെ കോഴി കയറാൻ ആ പതി വരെ വെള്ളമായിട്ടുണ്ട്. അവസ്ഥയാണ്. സകല സ്ഥലം വെള്ളം കയറി വർഷമാകട്ടെ.